അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സയ്യിദുൽ ഫാദിലാണ് സംസാരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിലെ ഒരു പെൺകുട്ടിയുടെ കല്യാണത്തിന് വേണ്ടിയാണ് ഞാനിപ്പോൾ വീഡിയോയിൽ വന്നിട്ടുള്ളത്. വാപ്പ രോഗിയാണ്, സ്വന്തമായി വീടില്ല, നിരവധി പ്രശ്നങ്ങൾ, വേദനകൾ അനുഭവിക്കുന്ന ഒരു കുടുംബമാണ്. 100% അർഹതയുള്ള ഒരു കുടുംബമാണ്. ആ പെൺകുട്ടിയുടെ കല്യാണത്തിന് വേണ്ടി ഞാനും നിങ്ങളും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് നാം കൈകോർക്കണം. ഒരു 100 രൂപ, നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം, അത് ആ കുടുംബത്തിന് വലിയൊരു ആശ്വാസമേകും. നമുക്കറിയാം, നാം നൽകിയ ഒരു ചെറിയ 100 രൂപ ലക്ഷങ്ങളായി കോടികളായി മാറിയ അനുഭവങ്ങൾ ഈ അടുത്ത് നാം സോഷ്യൽ മീഡിയകളിൽ കണ്ടതാണ്. അതുകൊണ്ട് എല്ലാ ഡീറ്റെയിൽസും, ആ കുടുംബത്തിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും, ഫുൾ അഡ്രസ്സും ജമാഅത്ത് കമ്മിറ്റി സമ്മതപത്രവും നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അന്വേഷിച്ച് ഉറപ്പുവരുത്തി ഈ ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ സഹായിക്കണമെന്ന് വളരെ വിനയത്തോടെ അഭ്യർത്ഥിക്കുന്നു. നാം നൽകുന്നൊരു 100 രൂപ, അത് അള്ളാഹു നമുക്ക് 10 മടങ്ങായി ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് വിജയിക്കാനുള്ള ഒരു കാരണമായി, നമ്മുടെ പ്രയാസങ്ങൾ നീങ്ങാനുള്ള ഒരു കാരണമായി അള്ളാഹു മാറ്റുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഒരു 100 രൂപയെങ്കിലും നൽകി ഈ ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ അവളുടെ കല്യാണത്തിന് വേണ്ടി, അവളുടെ സുന്ദരമായ ഒരു ജീവിതത്തിന് വേണ്ടി നാം എല്ലാവരും കൈകോർക്കണമെന്ന് വളരെ വിനയത്തോടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. എൻ്റെ മംഗലം ഇതേ മാസം 9-ന് നിശ്ചയിച്ചിട്ടുണ്ട്. ഞങ്ങൾ വളരെ പാവപ്പെട്ടവരാണ്. ഞങ്ങളുടെ അടുത്ത് ഒന്നുമില്ല, സാമ്പത്തികമായി ഒന്നുമില്ല. ഞങ്ങളുടെ അടുത്ത് ഉപ്പക്കും ഉമ്മക്കും കഴിയുന്നില്ല. ഉപ്പക്ക് ഓപ്പറേഷൻ ആക്കാൻ പറഞ്ഞു. ഞങ്ങളുടെ തോട്ടത്തിലുള്ളത് സ്വന്തം പേരൊന്നുമില്ല. വളരെ കഷ്ടത്തിലാണ് ഞങ്ങൾ. മംഗളത്തിന് ഒന്നും അടുത്തിട്ടില്ല, ഒന്നും ആയിട്ടില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും നിങ്ങൾ സഹോദരി എന്ന് വിചാരിച്ചിട്ട് എന്നെ സഹായിക്കണം. നിങ്ങൾ എന്നെ കൈവിടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ 5 നേരം നിസ്കരിക്കുമ്പോഴും നിങ്ങൾക്കായി ഞാൻ വെറും 2 ദിവസം മാത്രമാണ് ഈ പെൺകുട്ടിയുടെ കല്യാണത്തിന് ബാക്കിയുള്ളത്. അതുകൊണ്ട് വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും മുഴുവൻ സോഷ്യൽ മീഡിയകളിലും പരമാവധി മാക്സിമം ഷെയർ ചെയ്ത് ആ കുടുംബത്തിന് സഹായം എത്തിച്ചു കൊടുക്കുക.